ഹലോ ഡിയേഴ്സ്, ഫീന സ്റ്റഡി റൂമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അധ്യാപകൻ എന്ന ജോലി നിങ്ങൾ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ ഇൻ്റർവ്യൂ ബോർഡ് എല്ലാവരോടും തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യന് നല്ല ഒരു റിപ്ലൈ മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിലേക്ക് ചെല്ലേണ്ടത്. തന്നെ പറയാനുള്ളത് ണെന്നോ കുട്ടികളെ എനിക്ക് ഇഷ്ടമാണെന്നോ അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അത്തരം മറുപടികളൊക്കെ വളരെ ജനറൽ ആയിട്ടുള്ള മറുപടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ബോർഡിന് നമ്മളോട് അത്ര ഇംപ്രഷനൊന്നും തോന്നില്ല. കാരണം എല്ലാവർക്കും ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് അങ്ങനെയുള്ള മറുപടികൾ കൊടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. എന്നാൽ ഇവിടെ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു തരാം. കുഞ്ഞിലെ തനിക്കുണ്ടായ ഏതെങ്കിലും ഒരു അനുഭവം ആയിരിക്കാം അത്. മേ ബി ഏതെങ്കിലും ടീച്ചർ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു ചീത്ത പ്രവൃത്തിയോ ആകാം. അപ്പോൾ ചീത്ത പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, അതെങ്ങനെ ചീത്ത പ്രവൃത്തി ഒരു ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് എന്നെ സ്വാധീനിച്ചു എന്നുള്ള കാര്യത്തിൽ. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാം. എൻ്റെ ഒരു അനുഭവമാണ്. അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ആ അധ്യാപകൻ സോഷ്യൽ സയൻസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പം നമ്മൾ ചുറ്റുപാടുകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷയമാണ് എങ്കിലും കൂടിയിട്ട് ആ അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വന്ന പാട് പത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ജനറൽ നോളേജ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഞങ്ങളോട് ചോദിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ വളരെയധികം പേടിയോടെയാണ് ആ ഒരു അധ്യാപകൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരെയും എണീപ്പിച്ച് നിർത്തും. ഒരു കുട്ടി ഉണ്ടായിരുന്നു, നന്നായിട്ട് വാർത്തകളൊക്കെ ആ സമയത്ത് കാണുന്ന ഒരു കുട്ടി. അവളും പേടിച്ചിട്ട് തന്നെ ആയിരിക്കും ആ സമയത്ത് വാർത്തകൾ കണ്ടിട്ടുണ്ടാവുക. അപ്പം ആ കുട്ടിക്ക് മാത്രമായിരിക്കും ഉത്തരം കിട്ടുന്നത്. ബാക്കി കുറച്ചതിൽ ഒരാൾ അവളായിരിക്കും. അവൾ മാത്രം ഇരുന്നിട്ട് ബാക്കി 29 അധ്യാപകൻ്റെ അടി വാങ്ങിക്കുന്നതായിട്ടുള്ള ചിത്രമാണ് എൻ്റെ മനസ്സിൽ ആ അധ്യാപകനെ ആലോചിച്ചാൽ തന്നെ വരുന്നത്. അതിനുശേഷം അദ്ദേഹം ക്ലാസ് എടുക്കുകയും, സോഷ്യൽ സയൻസ് ഇഷ്ട സബ്ജക്റ്റാണ്, എനിക്ക് വായിക്കാനൊക്കെ വളരെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എനിക്ക് ആ സബ്ജക്റ്റ് ഒട്ടും എനിക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രൊഡക്ഷൻ ഒന്നും കൂടാതെ അദ്ദേഹം ക്ലാസ്സിലേക്ക് വരുന്നതും അദ്ദേഹം ക്ലാസ് എടുക്കുന്നതും. അപ്പോൾ അത് നമ്മളുടെ മനസ്സിനെ, കൊച്ചുകുട്ടികളുടെ മനസ്സിൽ വളരെയധികം സങ്കടമാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കാരണത്താൽ ആ ഒരു അധ്യാപകനെ ഞാൻ വളരെയധികം വെറുത്തിരുന്നു. അതിനുശേഷം ഞാൻ ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വേറൊരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. ആ ടീച്ചർ സോഷ്യൽ സയൻസ് തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. ആ ടീച്ചറാണെങ്കിൽ വളരെ സ്നേഹത്തോടെ കുട്ടികളോട് സംസാരിക്കുകയും അവരോട് വളരെയധികം ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ആ ടീച്ചർക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു. അതുമാത്രമല്ല, അവർ ചുറ്റുപാടുകൾ കാണിച്ചിട്ട് പുറത്തേക്കൊക്കെ ഇറക്കി കൊണ്ടുപോയിട്ടൊക്കെ ഞങ്ങൾക്ക് ക്ലാസ് തന്നിരുന്നു. അതുകൊണ്ട് വളരെയധികം എൻ്റെ മനസ്സിൽ നന്നായിട്ട് ടച്ച് ചെയ്തൊരു ടീച്ചറായിരുന്നു അത്. ആ ടീച്ചർ കണ്ടത് മുതൽ ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കരുത് എന്നതിനെക്കുറിച്ചിട്ടും ഒരു ടീച്ചർ എങ്ങനെയാകാം എന്നതിനെക്കുറിച്ചിട്ടും വളരെ നല്ല ബോധ്യം എനിക്കുണ്ടായി. അപ്പോൾ അതിനുശേഷം എനിക്ക് ടീച്ചർ ആവണം, ഈ ടീച്ചറെ പോലെ, രശ്മി ടീച്ചറെ പോലെ ഒരു ടീച്ചർ ആവണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ വളരെയധികം തോന്നി തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പം എനിക്ക് വളരെ ചെറുപ്പത്തിലേ ടീച്ചർ ആകണമെന്നോ മോഹമുണ്ട്. അപ്പം ഇതാണ് എൻ്റെ അനുഭവം. അപ്പം ഇങ്ങനെ ഒരു രീതിയിൽ, അപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് എൻ്റെ ഒരു കാര്യം നിങ്ങളോട് അവതരിപ്പിച്ചതാണ്. അപ്പം ഈ ഒരു രീതിയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ബോർഡിന് നമ്മളിൽ ഇംപ്രസീവ് ആകും. അപ്പം അത് പ്രത്യേകം ഓർത്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ ഓരോ ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്കും അതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ജനറലായിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ആൻസർ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ബോർഡിന് ഒരിക്കലും നമ്മളിൽ ഇംപ്രസീവ് ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു അനുഭവത്തിൽ നിന്നൊക്കെ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ബോർഡ് നമ്മളിൽ വളരെ സംതൃപ്തരാകും. അതുകൊണ്ട് നമുക്ക് മാർക്ക് കൂടാനും സാധ്യതയുണ്ട്. അപ്പം ഇത്രയുമാണ് ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസറായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ.